ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണണം. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് എന്താണ് അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നമ്മുടെ ടോമ നമുക്കൊരു വലിയ പണി തരുമോ എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു റീസണും ഉണ്ട്. നമ്മൾ ആൾറെഡി പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അതിൽ കൂടുതൽ ഡീപ്പായിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ കുറേ ഡൗട്ടുകൾ കമൻറ്റിൽ ഞാൻ കുറേ കമൻറ്റ് നമുക്ക് എന്തായാലും എല്ലാ കമൻറ്റും കുറച്ച് ആൾക്കാരുടെ പെട്ടെന്ന് തന്നെ വായിച്ചിട്ട് അതിനുള്ള സൊല്യൂഷനും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയും. അപ്പോൾ ആദ്യം തന്നെ ഈ ടോമിൻ്റെ കാര്യത്തിലേക്ക് പോകും. ടോം എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ ചിരിക്കാതിരിക്കാതെ ശ്രമിക്കുക. ഏതൊരു പ്രൊജക്റ്റും ഇത്ര കൊല്ലങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് ട്രില്യൺ കണക്കിന് ടോക്കൺ സപ്ലൈ ഞാൻ കണ്ടിട്ടില്ല മക്കളെ. ഇതുവരെ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പോലും നമുക്ക് ഈ ട്രില്യൺ സപ്ലൈ ഉള്ള ഒരു പ്രൊജക്റ്റ് ഇതുവരെ ഇല്ല. ഇവർ എന്താണ് കൊണ്ടുവരുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഇനിയിപ്പോൾ ലോറി നിറയെ മൊത്തം ചീഞ്ഞ തക്കാളിയായി കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ട്രില്യൺ കോയിൻസ് നമ്മൾ പല പ്രൊജക്റ്റ് എടുത്താലും മില്യണും ബില്യണൊക്കെ നമ്മൾ കണ്ട്, പക്ഷേ ഈ ട്രില്യൺ എന്ന് പറയുമ്പോൾ നമുക്കിതിന് ഒരുപാട് വാല്യൂ കുറയും. വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ ഒരുപാട് വാല്യൂ ആണ് കുറയുക. അപ്പം നമുക്ക് റീസെൻ്റ്ലി ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ദ മെസ്സേജ് ടു ദ ടോമ കമ്മ്യൂണിറ്റി, വി വുഡ് ലൈക്ക് ടു അഡ്രസ് ആൻഡ് ക്ലാരിറ്റി സം പോയിന്റ്സ് ആസ് വി നോട്ടീസ് ഡിസ്കഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി റിഗാർഡിങ് ദ ടോമ ടോക്കൺ സപ്ലൈ. എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത ചർച്ചയായപ്പോൾ അവർ തന്നെ എന്ത് ചെയ്തു, അതൊരു അനൗൺസ്മെൻ്റ് ആയിട്ട് പറഞ്ഞു. ആസ് പാർട്ട് ഓഫ് അവർ പ്രിപ്പറേഷൻ ഓഫ് ലിസ്റ്റിംഗ് വി ഹാവ് ഡിപ്ലോയിഡ് ദ ടോക്കൺ കോൺട്രാക്ട് ആൻഡ് ആർ ഷെയറിംഗ് ദ ടോട്ടൽ ടോക്കൺ സപ്ലൈ ഓഫ് 1 ട്രില്യൺ ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ അവർ തന്നെ പറയുകയാണ് 1 ട്രില്യൺ ടോക്കൺ ഞങ്ങൾ ആദ്യമായിട്ട് കൊടുക്കാൻ പോവാണ്. ആൾ പ്രീവിയസ് എയർ ഡ്രോപ്പ് ആൻഡ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ദ വീക്ക്ലി ടോമ എയർ ഡ്രോപ്പ് ആൻഡ് TGE സീസൺ എയർ ഡ്രോപ്പ് ഹാവ് ബീൻ കാൽക്കുലേറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ബേസ്ഡ് ദ 1 ട്രില്യൺ ടോക്കൺ സപ്ലൈ. അപ്പോൾ ഈ ആൾറെഡി കഴിഞ്ഞ സ്നാപ്ഷോട്ടും TGയും വീക്ക്ലി എയർ ഡ്രോപ്പും എല്ലാത്തിൻ്റെയും കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് 1 ട്രില്യൺ ടോക്കൺസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ദിസ് ആൾസോ സപ്ലൈ ഓഫ് ദ അപ്കമിങ് സ്നാപ്ഷോട്ട് ഓഫ് 30%. അപ്പോൾ ഇതിൽ നമ്മൾ 30% ഓഫ് സപ്ലൈയും നമ്മൾ ആക്കുന്നുണ്ട്. ആ കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവൻ്റെ ഈ ടോക്ക് എക്കണോമിക്സ് അവർ പറഞ്ഞിട്ടുള്ളത് ആൾറെഡി 30% ഈ 30% ടോക്കൺസ് നമുക്ക് എല്ലാവർക്കും തന്നു കഴിഞ്ഞു. അതിൽ സ്നാപ്ഷോട്ട് ഫസ്റ്റ് കഴിഞ്ഞവർക്കും സെക്കൻഡ് കഴിഞ്ഞവർക്കും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ 47% ലിസ്റ്റിംഗ് സീസൺ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും അവരെന്ത് ചെയ്യാണ്, വീണ്ടും കൊണ്ടുവന്ന് എന്നെ കൊണ്ട് ചിരിപ്പിക്കുക. ഇവർ എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ടോക്കൺസ് ആണ്. ഇങ്ങനെ ടോക്കൺസ് ആണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്താവും, ഞാനിതിൽ ദൈവം പൈസ ഇട്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ. എന്താണെന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് അപ്കമിങ് 30% എയർ ഡ്രോപ്പ്, ഇനി ഒരു 30% എയർ ഡ്രോപ്പും കൂടിയിട്ട് നമുക്ക് തരാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സാധനം ഇങ്ങനെ കുറേ കിട്ടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ദുഃഖത്തിലേക്കാണ് പോവുള്ളൂ. ഒരുപാട് സാധനം ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പൈസയാകും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഉള്ളി ചില സീസണൊക്കെ വില ഭയങ്കര കൂടും. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്താണ്, ഇത് കൾട്ടിവേറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ഇത് വ്യവസായം ചെയ്യില്ല, അല്ലെങ്കിൽ ഇത് കൃഷി ചെയ്യില്ല. അപ്പോൾ അത് ഈ സാധനം കിട്ടാണ്ടാവുമ്പോഴാണ് ചില സമയത്തൊക്കെ ഉള്ളിൻ്റെ വില ഏറ്റവും ടോപ്പിൽ പോയി കിടക്കുന്നത്. അപ്പോൾ ഈ ഉള്ളി ചറ പറയുന്നില്ലെങ്കിൽ എല്ലാവിടെയും വ്യവസായം ചെയ്ത്, എല്ലാവിടെയും കൃഷി ചെയ്ത്, എല്ലാവിടെയും ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് നമുക്കിവിടെ കിട്ടിയെന്ന് പറഞ്ഞാൽ ഉള്ളിക്ക് എത്ര വിലയുണ്ടാവും. അതേ കണക്ക് തന്നെയാണ് തക്കാളി ഇല്ലെങ്കിൽ ടോമ പറയണത്. നമുക്ക് ഒരുപാട് തന്നാൽ ഇതിന് ഒരുപാട് വാല്യൂ ഉണ്ടാവില്ല. നമുക്കിപ്പോൾ വേണമെങ്കിൽ റീസെൻ്റ്ലി എന്ത് ചെയ്ത് നോക്കാം, ഇതിൻ്റെ ഒരു ഇതെടുത്ത് നോക്കാം. നമുക്ക് എന്താണ് ഒരു ഫോർ എക്സാമ്പിൾ ഇത്രത്തോളം വാല്യൂ ആയിരിക്കാം വരിക എന്നുള്ളൊരു കാര്യം ഞാൻ ChatGPTയിൽ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു സപ്ലൈ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊരു മാർക്കറ്റ് ക്യാപ്പ് 1 ബില്യൺ കൊടുക്കണം. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. 1 ബില്യൺ ഒരുപാട് പൈസ. അവർ കമ്പനി അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അങ്ങനെ 1 ബില്യൺ കൊടുത്താലാണ് ഈ ട്രില്യൺ ടോക്കൺ സപ്ലൈക്ക് 0.0020 കഴിഞ്ഞിട്ട് ഒരു USD വരുള്ളൂ. അപ്പോൾ 1 ബില്യൺ കൊടുക്കുമോ? ഒരിക്കലും 1 ബില്യൺ കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാഗ്യം. മേ ബി ക്രിപ്റ്റോയിൽ ഇങ്ങനെ പലതും സംഭവിക്കാം, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ സംഭവിച്ചിട്ട് നമുക്ക് വല്ലതൊക്കെ പ്രോഫിറ്റ് കിട്ടിയാലാണ് നമുക്കിങ്ങനെ ഉള്ളൂ. ഇല്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം, 0.01 USDT ഒക്കെ ഇത് വരണമെങ്കിൽ
10 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിനേക്കാളും കുറഞ്ഞാലോ, ഒരു 100 മില്യൺ ആണെങ്കിലോ അതിനേക്കാളും വാല്യൂ കുറയും. അതുപോലെ തന്നെ 10 മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ആണെങ്കിലോ 0.0045 കഴിഞ്ഞിട്ടുള്ളൊരു വാല്യൂവിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ എനിക്ക് 1,00,000 കോയിൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഇട്ട പൈസ പോലും എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇവർ തന്നിട്ടുള്ളത്. ഈ ട്രില്യൺ ടോക്കൺ എന്ന് പറയുന്നത് ആരും സന്തോഷിക്കേണ്ട, വല്ലാത്തൊരു ട്രാപ്പാണ്. ഇനിയിപ്പോൾ അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്കൊരു പിടുത്തമില്ല. അപ്പോൾ വെറുതെ അല്ല ഇവർ എത്രത്തോളം അനൗൺസ്മെൻറ്റ് ആൾക്കും ചെയ്തിട്ട് വേറെ കുറേ പ്രൊജക്റ്റ് കുറച്ച് മേജറൊക്കെ ഈ 100 മില്യൺ തന്നിട്ട് വാല്യൂ കൂട്ടാനുള്ളൊരു കാര്യം ചെയ്യുന്നത്. എല്ലാ പ്രൊജക്റ്റും കുറച്ച് ടോക്കൺ സപ്ലൈ കൊടുത്ത് വാല്യൂ കൂട്ടാൻ നോക്കുമ്പോൾ ഇവർ ട്രില്യൺ ടോക്കൺ കൊടുത്തിട്ട് ഇവർ എന്താണ് ചെയ്യാൻ പോകുന്നത്? വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഒരുപാട് പ്രതീക്ഷയൊന്നും നിങ്ങൾ വെക്കരുത് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. ഈ ടോക്കൺ സപ്ലൈ തന്നെ ഒരു വലിയ ട്രാപ്പാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ആവാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയണം. അതിൻ്റെ കമ്പനി നമുക്ക് അത്രത്തോളം പ്രോഫിറ്റ് തരും, അല്ലെങ്കിൽ അതിൽ യൂസേഴ്സിന് അത്രത്തോളം വാല്യൂ കൊടുക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേ വേണ്ട. നിങ്ങൾക്ക് ഒരിക്കലും വാല്യൂ കിട്ടില്ല. നമുക്ക് ഇട്ട പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യം എന്ന് നിങ്ങൾ വിചാരിക്കാം. ഇനി നമുക്ക് നേരെ നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെഷനും കൂടി എടുത്ത് നോക്കാം. കമൻറ്റ് സെഷൻ എടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ചിരിക്കാനുണ്ടാവും, എനിക്കറിയാം. ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് കമൻറ്റ് ശബരിനാഥ് KP എന്ന് പറയുന്ന ആളുടെയാണ്. എനിക്കറിയാം, നമ്മൾ ടെലിഗ്രാമിലൊക്കെ ചാറ്റ് ചെയ്തിട്ടുണ്ട്. വെരി ഇൻഫർമേറ്റീവ് വീഡിയോ, നൈസ്ലി പ്രസൻറ്റ്, സൂപ്പർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ അടുത്തത് അബി ഒഫീഷ്യൽ എന്ന് പറയുന്ന ആളുടെ ബ്രോയുടെ ചാനൽ വളരെ യൂസ്ഫുൾ ആണ്. ബ്രോൻ്റെ ചാനൽ കാണുമ്പോൾ ആണ് ഓരോന്ന് വരുമ്പോൾ ഹോപ്പ് തരുന്നത്. ദൈവം ഈ ടോമാണ് എന്നെ തെറി വിളിക്കുക. ബ്രോൻ്റെ ഫസ്റ്റ് മുതൽ ഉള്ള സബ്സ്ക്രൈബറാണ്. ഇറ്റ് ഈസ് വെരി ഇൻഫർമേറ്റീവ് ചാനൽ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് വളരെയധികം നന്ദിയുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് വേറെ ആരാന്ന് പറഞ്ഞാൽ XXXX222222 എന്ന് പറയുന്ന ഒരാളുടെയാണ്. ബ്രോയുടെ എല്ലാ വീഡിയോസും കണ്ടിട്ടുണ്ട് ബ്രോ, സൂപ്പറാണ്. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ SFFN താങ്ക്സ് ഫോർ യുവർ ഇൻഫർമേഷൻ. അങ്ങനെയുള്ള കുറേ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. റാഷിദ് ഇൻഫർമേറ്റീവ് വീഡിയോ ഓക്കെ. അതേപോലെ തന്നെ വിഷ്ണു. അപ്പോൾ അടുത്തത് ഒരാളുടെ ഡൗട്ട് നമുക്ക് വായിക്കാം. സ്റ്റേക്ക് ചെയ്തു ഫുള്ള് ഡെപ്പോസിറ്റ് ചെയ്യാൻ ടോമ വേണ്ടേ? അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ആൾറെഡി ഞാൻ അന്ന് തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഒരുപാട് ടോമ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സ്റ്റേക്ക് ചെയ്താൽ മതി. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്റ്റേക്ക് ചെയ്യരുത്. സ്റ്റേക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ലിസ്റ്റ് ആവുന്ന സമയത്ത് നമുക്കിത് പൈസ ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ സ്റ്റേക്ക് ചെയ്തവർക്ക് എന്ത് ചെയ്യും? ലിസ്റ്റായി കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് കിട്ടൂ. നിങ്ങൾക്ക് ആ പൈസ കിട്ടില്ല, അല്ലെങ്കിലേ വാല്യൂ കുറവാണ്. ഇനിയിപ്പോൾ അത് സ്റ്റേക്കിങ് ചെയ്തിട്ട് അതിനേക്കാളും വാല്യൂ കുറവായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മുട്ടം പണിയാണ് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 300K ടോം അറിയാതെ സ്റ്റേക്ക് ചെയ്ത് ക്രിപ്റ്റോ C5P എന്ന് പറയുന്ന ആള് 3 ലക്ഷം ടോമയാണ് അറിയാതെ സ്റ്റേക്ക് ചെയ്ത്. എന്താ കളിച്ച് കളയാൻ പറ്റുന്ന കാര്യമാണല്ലോ അറിയാതെന്ന്. അപ്പോൾ ടൈം ഫാമിനെ തൊട്ട് ചെയ്ത് കളിച്ച് ടൈം ഫാം നമുക്ക് ടോമിൻ്റെ കാര്യം മാത്രം പറയാം. അപ്പോൾ വെരി ഇൻഫർമേറ്റീവ് വീഡിയോ ഓക്കെ. കിടക്കാച്ചി സെറ്റായി ഓക്കെ. അപ്പം ഇനി അടുത്തത് തമ്മിയ എന്ന് പറയുന്ന ഒരു ആൾ പറഞ്ഞിട്ടുണ്ട്, ബ്രോ ബിറ്റ്ഗെറ്റ് KFC കംപ്ലീറ്റ് ചെയ്യാൻ വെക്കും, ഞാനിപ്പോൾ കംപ്ലീറ്റ് ആക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിറ്റ്ഗെറ്റ് നമുക്കിപ്പോൾ KFC കംപ്ലീറ്റ് ചെയ്യാൻ, പക്ഷേ മോസ്റ്റ്ലി കൂടുതൽ ആൾക്കാർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അച്ഛൻ്റെ അക്കൗണ്ടിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. നമുക്ക് ഈ ബിറ്റ്ഗെറ്റിൻ്റെ APK ഒക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. ടെലിഗ്രാം ചാനലിൽ കയറിയിട്ട് അവിടെ ബിറ്റ്ഗെറ്റ് APK എന്ന് സെർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ APK കിട്ടും. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്തിട്ട് KFC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലെക്കാണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ടോമിയിലുള്ള ഗെയിം കളിച്ചാൽ പോയിൻറ്റ്സ് കിട്ടുമോ? ഇനിയൊക്കെ എന്തിനാണ് മോനെ കിട്ടിയിട്ട് സ്പെക്ടർ കാര്യമില്ല. നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് ഒരുപാട് ടോക്കൺസ് തന്നിട്ട് അവർ ലാസ്റ്റ് മൂഞ്ചിക്കും. ബ്രോയ് നൈസ് ലവ് യു ഓക്കെ. അപ്രിസിയേഷൻ എല്ലാത്തിനും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അതേപോലെ തന്നെ ടോമ 1:1 മാപ്പിംഗ് ആൻഡ് എക്സാമ്പിൾ 1000 ടോക്കൺ ഉണ്ടെങ്കിൽ 1000 ഇൻറ്റു ഇത്രത്തോളം ടോക്കൺസ് ആവും. അത് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ട്രില്യൺ സപ്ലൈ ഉള്ളപ്പോൾ നമുക്ക് ടോമ എന്ന് പറയുന്ന ആളുള്ള ടോക്കൺസ് എന്ന് അവർ പറഞ്ഞ് തന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിൽ എന്ത് റേഷ്യോ ആണ് അവർ വെക്കുക എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് കിട്ടിയതൊക്കെ ടോക്കൺസ് തന്നെയാണ്, കിട്ടാൻ പോകുന്നതും ടോക്കൺസ് തന്നെ ആയിരിക്കും. അപ്പോൾ 2.5 മില്യൺ ഈസ് ഈക്വൽ ടു ഇല്ലെങ്കിൽ 1 മില്യൺ. ഓക്കെ, 2.5 മില്യൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗോപകുമാർ എന്ന് പറഞ്ഞ ആൾ ഞാൻ 1 മില്യൺ സ്റ്റേക്ക് ചെയ്തു. എന്തായാലും അത് ഇനി ഇപ്പോൾ കിട്ടാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. കിട്ടും, സാധനം കിട്ടും, പക്ഷെ നിങ്ങളുടെ പൈസ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ബ്രോ December 18 ഇനിയും ടോമ കിട്ടുമ്പോൾ ഗ്യാസ് ഫീ ഇല്ലാണ്ട് അപ്പോൾ തന്നെ ബിറ്റ്ഗെറ്റിൽ കൊടുക്കാൻ കഴിയുമോ? അതെ, ബിറ്റ്ഗെറ്റ് ഏതൊരു എക്സ്ചേഞ്ചിലായിക്കോട്ടെ നമുക്ക് എന്താണ് ഓഫ് ചെയിൻ ആയിരിക്കും അവർ തരിക. അപ്പോൾ ഓഫ് ചെയിൻ തരുന്ന കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനൊരു ഗ്യാസ് ഫീയും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ടൈം ഫാം ലിസ്റ്റിംഗ് ആണ്, ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമുക്ക് ഈ ടോമിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഞാൻ എന്ത് ചെയ്യാൻ പറയാം. ഇനി അടുത്തത് എന്താണ്? 2 ലക്ഷം. ഓക്കെ, 2 ലക്ഷമല്ല, 20,000 ടോമയുണ്ട്. 20,000 ടോമയുണ്ട്. 5 RS കിട്ടുമായിരിക്കും.
ഹരി എന്ന് പറഞ്ഞ ആളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ പഞ്ചാരസം മതിയെങ്കിൽ എനിക്ക് അത് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളൊക്കെ 1,00,000 ഉണ്ടായിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇട്ട പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിരിക്കുന്നത്. ബ്രോ ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്, അപ്പോൾ ഇനി ഒരു ടൂറൊക്കെ പോകാനായി. അപ്പോൾ ബ്രോൻ്റെ ലോക്കിൻ എൻ്റെ മോനെ ഞാൻ ദാരിദ്ര്യത്തിലാണ്, എൻ്റെ അടുത്ത് അത് കഷ്ടം ചോദിക്കില്ല. ആൾറെഡി ഗിവ് അവേ ഒക്കെ 15,000 ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബ്രോ എനിക്ക് 20,000 കോയിൻ ഉണ്ടായിരുന്നു, ബട്ട് ലാസ്റ്റ് ഇപ്പോൾ സ്റ്റേക്ക് ചെയ്തു, ഇപ്പോൾ 0 ആണ് കാണിക്കുന്നത്. ഇനി കോയിൻ കിട്ടിയില്ലേ? കോയിൻ കിട്ടും. ആരാന്ന് പറഞ്ഞാൽ നിക് സന്തോഷ് എന്ന് പറയുന്ന ആൾക്ക് കോയിനൊക്കെ കിട്ടും, പക്ഷേ നമുക്ക് ലിസ്റ്റ് ആയി കഴിഞ്ഞിട്ടാണ് കോയിൻ കിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ബ്രോ ചെയ്യുന്ന ഡ്രോപ്സ് എല്ലാം പറയൂ. ചാനലിലുള്ള ഡ്രോപ്പ് നാളെ എന്ന് കേൾക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ കുറേ ഡ്രോപ്പ് ഉണ്ടായിരുന്നു എന്നറിയുന്നത്. ഞാൻ ചെയ്യുന്ന ഡ്രോപ്സ് ഒക്കെ പറയണമെങ്കിൽ എല്ലാ ഡ്രോപ്പും ഞാൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരിക? ആൾറെഡി കുറേ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനതിലിപ്പോൾ ജെന്യൂൻ ആണോ ഇല്ലെങ്കിൽ ഫേക്ക് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഏതെങ്കിലും ഒരു 10 എണ്ണം ചെയ്യുമ്പോൾ അതിന് വല്ല പ്രോഫിറ്റ് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആൾറെഡി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. വെറുതെ 250 സ്റ്റാർ കൊടുത്ത് ഗോൾഡൻ ടിക്കറ്റ് വാങ്ങി സർക്കിൾ മൂഞ്ചി. ബ്രോ ഞാൻ നേരത്തെ പ്രീ മാർക്കറ്റ് കാണുമ്പോൾ എറൗണ്ട് 2,000 രൂപ കാച്ചിങ് സ്റ്റാർ വാങ്ങിച്ചു ബ്രോ. അടിപൊളി. അപ്പോൾ ഇങ്ങനെ കുറേ പേർക്ക് മിസ്റ്റേക്കൊക്കെ പറ്റിയിട്ടുണ്ട്. നേരത്തെ പ്രീ മാർക്കറ്റിലൊക്കെ നല്ല വാല്യൂ കണ്ടപ്പോൾ അതിൽ കുറേ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിന് നല്ല പൈസ കിട്ടുമല്ലോ എന്നുള്ളൊരു, അതിനെ തെറ്റ് പറയാൻ കാര്യമൊന്നുമില്ല. എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെയുണ്ട്. ക്രിപ്റ്റോയിൽ ഇങ്ങനെയൊക്കെ നടക്കാം. ഇപ്പോഴും ഞാൻ ഹോപ്പൊന്നും ഞാൻ കളയുന്നില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതിൽ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് ഈ ടോമ എന്ന് പറയുന്നത് നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി ഇത് മൊത്തം സ്കാം ആവാം, ഇല്ലയെന്ന് പറഞ്ഞാൽ സ്കാം ആവാതെ ഇരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. നമുക്കിപ്പോൾ നോക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ടോമ കൂടുതലുള്ള ആൾക്കാരും ഉണ്ട്. ഇതിപ്പോൾ ഇവിടെ കണ്ടില്ലേ, നിബാസ് സാബു പേരൊക്കെ ഞാൻ പറയുമ്പോൾ തെറ്റുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ആൾക്ക് തന്നെ നമുക്ക് കുറേ ടോക്കൺസ് 4,55,000 ഉണ്ട്. അപ്പോൾ ഒരുപാട് ടോക്കൺസ് നിങ്ങൾക്ക് കിട്ടും. ഇനി നിങ്ങൾ ടിക്കറ്റും കൂടി മേടിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ടോക്കണായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എത്രത്തോളം ടോക്കൺ കിട്ടിയാലും അതിൻ്റെ ചെറിയൊരു വാല്യൂ ആണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വട്ടത്തിൽ മേ ബി നമ്മളെ ലാസ്റ്റ് മൂഞ്ചിക്കും എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇനി വെറും 3 ദിവസമൊക്കെ ഉള്ളൂ. എന്തായാലും വീഡിയോ ആയിട്ട് ഓരോരോ അപ്ഡേറ്റുകൾ, ഇതെങ്ങനെയാണ് മാറ്റേണ്ടത്, എങ്ങനെയാണ് USD എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ ഓരോ വീഡിയോയിലും കമൻറ്റ് ഇടുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ റിയാക്ട് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാം. നിങ്ങൾ കൂടുതലും എൻ്റെ ഇൻസ്റ്റയിൽ അങ്ങനെ ഒന്ന് മെസ്സേജ് അയക്കാതെ എൻ്റെ ടെലിഗ്രാമിൽ വന്നു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഞാൻ അവിടെ ആക്റ്റീവായിട്ട് കാണും. അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ നിങ്ങളുടെ ഡൗട്ട് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ടോമിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിഫക്റ്റ് ഇല്ലെങ്കിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ട്രില്യൺ ടോക്കൺ സപ്ലൈ ആണ്. ഈ ട്രില്യൺ ടോക്കൺ സപ്ലൈ നമ്മൾക്ക് പൂജ്യമായിരിക്കും നമുക്ക് തരാൻ പോകുന്നതാണ് എൻ്റെ ഒരു മനസ്സിലാക്കുക. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ ഒരു 3 ദിവസം കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നല്ലൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് വിചാരിക്കും. നിങ്ങളുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഈ ടോം കിട്ടിയിട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് നെഗറ്റീവ് അടിക്കിട്ട് അവർ കുറച്ച് ദിവസം. അപ്പോൾ എന്തായാലും ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.